വയനാട്ടിൽ ദുരന്തമുണ്ടായിട്ട് 2 മാസങ്ങൾക്കിപ്പുറവും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലാക്കോടെ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ വിഹിതത്തെ തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ അന്ധത ബാധിച്ചുവെന്ന് ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. കേന്ദ്രത്തിന് എല്ലാ രേഖകളും നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചപ്പോൾ പോയി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കൂ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പതിവ് മറുപടി. വയനാട്ടിൽ ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയത് തുച്ഛമായ പണമെന്ന് ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. 145 കോടി രൂപ മാത്രം കേരളത്തിന് നൽകിയത് അപമാനകരമാണ്. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ദുരന്ത സഹായമായി കൂടുതൽ തുക കേന്ദ്ര സർക്കാർ നൽകി. പൈശാചികമായ ഒരു സർക്കാരിന് മാത്രമേ ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്താനാകൂവെന്നും ബൃന്ദ കാരാട്ട് രൂക്ഷമായി വിമർശിച്ചു. 45.60 crores. It is shameful. It shows that the worst kind of sectarian politics is determining the central government's allocation for relief work. I would say that only a monster government will bring politics into relief. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോൾ പോലും ഒരു രേഖയും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു. കേന്ദ്രം ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കേരളം മുൻകൂറായി നൽകിയതാണ്. 3 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ധനസഹായം ഇന്നലെ വിതരണം ചെയ്തു. അതിൽ നിന്ന് എന്ത് കുറവാണ് കേരളം നൽകിയതെന്ന് കേന്ദ്രം വിശദീകരിക്കണമെന്നും കെ രാജൻ പറയുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയോട് ചോദിക്കാൻ ആഗസ്റ്റ് 9 തന്നെ നമ്മൾ തയ്യാറാക്കി. ആഗസ്റ്റ് 17 തന്നെ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി വീണ്ടും പോയി കണ്ടപ്പോൾ ഇനി ഏതെങ്കിലും പുതിയ സാധനങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആവശ്യപ്പെട്ട മുഴുവൻ സാധനങ്ങളും ഇപ്പോൾ കേരളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം വയനാട് ദുരിതാശ്വാസത്തിൽ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. ധനസഹായം അനുവദിക്കുന്നതിൽ കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കാര്യം ചോദിക്കേണ്ടത് കേരള സർക്കാരിനോടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. 3000 കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. നിങ്ങളത് സർക്കാരിനോട് ചോദിക്കുക. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.